أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഒരു ഹദീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആളുകൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കൂടിയാണ്. പ്രവാചകൻ പറയുന്നു, മുൻകാല സമുദായങ്ങൾ അഥവാ യഹൂദികളും നസാറാക്കളും 71 72 വിഭാഗങ്ങളായിട്ട് അവർ വേർപെട്ടിട്ടുണ്ട്. ധാരാളം ഫിർഖകളായിട്ട് അവർ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഉമ്മത്തും 73 വിഭാഗം ആളുകളായി വേർതിരിക്കപ്പെടും എന്നാണ് ഹദീസിന്റെ ഒരു ചുരുക്കം. അപ്പൊ ആ ഹദീസിനെ പല രീതിയിൽ ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. പല വ്യാഖ്യാനം നമുക്കിടയിൽ തന്നെ കാണാൻ സാധിക്കും. ഈ ചർച്ചയിൽ നമ്മൾ ഊന്നുന്നത് ഈ ഹദീസിന്റെ യഥാർത്ഥ വ്യാഖ്യാനം, സ്ഥിരപ്പെട്ട എല്ലാവരും അംഗീകരിച്ച ശരിയായ ഒരു അർത്ഥം, വ്യാഖ്യാനം, വിശദീകരണം എന്താണ് എന്നതിനെ കുറിച്ചാണ്. അപ്പൊ അതിനെ കുറിച്ച് ഉസ്താദ് അബ്ദുൽ ഖയ്യൂം നജ്മി നമ്മോട് സംസാരിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വളരെയധികം പ്രധാനപ്പെട്ട ഹദീസ് തന്നെയാണ് താഹിർ മുന്നോട്ട് വെച്ചത്. ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുമുല്ലാഹ് അവരുടെ നിബന്ധനകളോട് യോജിക്കാത്തതിന്റെ പേരിൽ ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും, എന്നാൽ ഇമാം തിർമിദിയും അബൂദാവൂദും റിപ്പോർട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഹദീസാണ്, സഹിയായ ഹദീസ് തന്നെയാണ്. നമുക്ക് ആദ്യം ഹദീസ് പരിശോധിക്കാം. افترقت اليهود إلى 71 فرقة وافترقت النصارى إلى 72 فرقة وستفترق أمتي على 73 فرقة كلهم في النار إلا ملة واحدة. غير حديث إلا واحدة وهي التي على ما أنا عليه وأصحابي. ഹദീസിന്റെ അർത്ഥം നമുക്ക് ആദ്യം പരിശോധിക്കാം. യഹൂദികൾ 71 വിഭാഗമായിട്ട് വിഭജിച്ചു, നസാറാക്കൾ 72 വിഭാഗമായിട്ട് വിഭജിച്ചു. വസതഫ്തരിഖുമ്മത്തി, എന്റെ സമുദായം 73 വിഭാഗമായിട്ട് വിഭജിക്കും. അവരെല്ലാവരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. ആ സന്ദർഭത്തിൽ സഹാബാക്കൾക്ക് സംശയമുണ്ടായി. സഹാബാക്കൾ ചോദിച്ചു, അവരാരാണ് അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നബി തങ്ങൾ പറഞ്ഞു, വഹിയല്ലത്തി അലാ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ അനുയായികളും ഏതൊരു വഴിയിൽ പ്രവേശിച്ചിട്ടുണ്ടോ ആ വഴിയിൽ പ്രവേശിച്ചവർ വഴി. വളരെ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് കേരളത്തിലെ മുഖ്യധാര പ്രസ്ഥാനത്തിലെ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും ഈ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? ഈ ഹദീസിൽ ഉദ്ദേശിക്കപ്പെടുന്ന ആ പ്രത്യേകമായ മാന എന്താണ്? ഇതറിയാതെ ഇന്ന് ഓരോമാർ വളരെയധികം മോശമായ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുക. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ആദ്യ 5 നൂറ്റാണ്ടുകൾ തന്നെ ഈ വിവാദം ഉത്ഭവിച്ചിരുന്നു. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ആദ്യം ഉണ്ടായ വിഭാഗമാണ് മുഅ്തസില വിഭാഗം. അതേപോലെ അതിനുശേഷം ഖവാരിജ് ഉണ്ടായി, പിന്നീട് ഷിയാ വിഭാഗം. ഇവ ഓരോന്നും 20 വിഭാഗമായിട്ട് വിഭജിച്ചു. അപ്പൊ ടോട്ടൽ 60 വിഭാഗം. ശേഷം 13 വിഭാഗം ഉടനെ തന്നെ ഉണ്ടാവുകയും ചെയ്തു.
എന്റെ പ്രിയ സുഹൃത്തുക്കളായ മൗലവിമാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഹദീസിന്റെ താല്പര്യം എന്ന് നിങ്ങൾ വായിക്കണം, കിതാബ് വായിക്കണം, പഠിക്കണം. ഈ ഹദീസിൽ പറയപ്പെടുന്ന വിഭാഗങ്ങൾ അവർ നിലവിൽ ഇന്ന് കേരളത്തിലുള്ള സലഫി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് വിഭാഗങ്ങളാണോ, അതല്ല അവർ ഉണ്ടായി കഴിഞ്ഞോ? തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വിഭാഗങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇന്ന് കേരളത്തിൽ നിലവിലുള്ള സലഫി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് പ്രസ്ഥാനങ്ങളല്ല അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇവർക്കൊന്നും അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ വ്യത്യാസമില്ലാത്തവരാണ്. അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഭിന്നിച്ച വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞ, ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞ മുഅ്തസില, ഖവാരിജ്, ഷിയ പോലുള്ള വിഭാഗങ്ങളാണ് ആ വിഭാഗങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇവരെല്ലാവരും നരകത്തിലാണ്. ഇവരിൽ തന്നെ ശാശ്വതന്മാരായി ഖാലിദീന ഫീഹ, എന്നെന്നും നരകത്തിൽ കഴിയുന്ന വിഭാഗങ്ങളുമുണ്ട്. അതേപോലെ ഇവരുടെ തിന്മകളുടെ തോതനുസരിച്ച് നരകത്തിൽ നിന്നും മോചിക്കപ്പെടുന്ന വിഭാഗങ്ങളുമുണ്ട്. ഞാൻ എന്റെ കഴിഞ്ഞ ക്ലിപ്പിൽ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഷിയാക്കൾ എല്ലാവരും അടിസ്ഥാനപരമായി പിഴച്ചവരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എല്ലാ ഷിയാക്കളും പിഴച്ചവരല്ല. ഷിയാക്കൾ ബാത്തിനി, ഉലാത്ത് ആശയമുള്ള വിഭാഗങ്ങളാണ് പിഴച്ചവർ. എല്ലാ ബാത്തിനിയാക്കളും പിഴച്ചവരാണ്. എല്ലാ ഷിയാക്കളും പിഴച്ചവരല്ല. എല്ലാ ബാത്തിനിയാക്കളും പിഴച്ചവരാണ്. എല്ലാ ഷിയാക്കളും പിഴച്ചവരല്ല. ഷിയാക്കളിൽ നല്ല വിഭാഗമുണ്ട്. സൈദിയ പോലുള്ള അഹ്ലുസുന്ന വൽ ജമാഅത്തിനോട് യോജിക്കുന്ന നിലപാടുള്ള വിഭാഗങ്ങളുണ്ട്. അതേപോലെ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയ ഉലാത്ത്, ബാത്തിനി ആശയമുള്ള പിഴച്ച വിഭാഗങ്ങളുമുണ്ട്. അപ്പം എല്ലാ ഷിയാക്കളും ബാത്തിനി ആശയങ്ങൾ ഉള്ളവരല്ല. എല്ലാ ബാത്തിനിയാക്കളും ഷിയാക്കളുമല്ല. ബാത്തിനിയാക്കൾ അവർ ഇസ്ലാമിൽ പുറത്തുപോയവരാണ്. നുസൈരിയ, അതേപോലെ ഇസ്മായിലിയ പോലുള്ള വിഭാഗങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ വിഭാഗങ്ങളാണ്. അവരെ കുറിച്ച് ഷിയാക്കൾ എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ പ്രധാനപ്പെട്ട വേറൊരു വിഭാഗമാണ് ഇസ്നാഅശരിയ വിഭാഗം. വ്യത്യസ്തമായ പേരുകളാണ് അവരറിയപ്പെടുന്നത്. ചില സന്ദർഭങ്ങളിൽ ഇമാമി എന്ന പേരിലും മറ്റു ചില സന്ദർഭങ്ങളിൽ റാഫിള എന്ന പേരിലുമാണ് അവർ അറിയപ്പെടുന്നത്. അവരിലും അടിസ്ഥാനപരമായി പിഴച്ച ആശയങ്ങൾ, വാദങ്ങൾ അവരിലുമുണ്ട്. അവരുടെ എല്ലാ വാദങ്ങളും അടിസ്ഥാനപരമായി പിഴച്ച വാദങ്ങളല്ല. ചില വാദങ്ങൾ അവിടെ കുഫ്റിലേക്ക് എത്തിച്ചേരുന്ന വാദങ്ങളാണ്. ചില വാദങ്ങൾ അവിടെ കുഫ്രൻ വാദങ്ങളാണ്. ഈ വിഷയത്തിലും ചില മൗലവിമാർക്ക് അജ്ഞതയാണ്. അന്ധമായിട്ടവർ ആക്ഷേപിക്കുകയാണ്, വിമർശിക്കുകയാണ്. അതിനവർ തെളിവായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഹിജ്റ 3-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെയുള്ള പണ്ഡിതന്മാരുടെ കൗലുകളാണ് പറയുന്നത്. അവരുടെ വിമർശനങ്ങളാണ് എടുത്തു കാണിക്കുന്നത്. അവർ എങ്ങനെയാണ് വിമർശിച്ചത്? അവർ എന്തിനാണ് വിമർശിച്ചത്? അവർ ഇസ്നാഅശരിയ വിഭാഗത്തിന്റെ ഈ പിഴച്ച വാദങ്ങളെയാണ് അവർ വിമർശിച്ചത്. എല്ലാ വാദങ്ങളെയുമല്ല. അവരുടെ വാദങ്ങളിൽ പിഴക്കാത്ത വാദങ്ങളുമുണ്ട്. പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ട് ഉദ്ദേശം എന്താണ്? അവരുടെ ആ പിഴച്ച വാദങ്ങളെയാണ് അവർ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന വാദങ്ങളാണ്. ഗൈബത്ത് പോലുള്ള വാദം, അതേപോലെ
അവരുടെ 12 ഇമാമിങ്ങളെ അള്ളാഹുവിന്റെ ദറജയിലേക്ക് ഉയർത്തുക, അതേപോലെ തഹ്രീഫുൽ ഖുർആൻ, ഖുർആനിൽ വ്യതിയാനം ഉണ്ടായി എന്ന് വാദിക്കുക, ഇതെല്ലാം പഴച്ച വാദങ്ങളാണ്, കുഫ്രിയത്തിലേക്ക് എത്തിച്ചേരുന്ന വാദങ്ങളാണ്. ഇവിടെയും നാം നീതിപരമായിട്ടാണ് വിലയിരുത്തേണ്ടത്. ഇവരിൽ മുൻകഴിഞ്ഞവർക്കുള്ള വാദമല്ല പിൻകഴിഞ്ഞവർക്ക് ഉണ്ടായത്. മുത്തഖദ്ദീമീങ്ങൾക്കുള്ള വാദങ്ങളെല്ലാം മുത്തഅഖിരീങ്ങൾക്കുണ്ടായത്. ചില വിഷയങ്ങളിൽ, തഹ്രീഫുൽ ഖുർആൻ പോലുള്ള വിഷയങ്ങളിൽ മുത്തഅഖിരീങ്ങളായ റാഫിള വിഭാഗം അവർ അഹ്ലുസുന്ന വൽ ജമാഅത്തിനോട് യോജിച്ച അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തഹ്രീഫ് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ വിഭാഗങ്ങളെയും, ഇസ്നാഅശരിയ വിഭാഗങ്ങളെ ഒന്നടക്കം അവർ പിഴച്ചവരാണ്, അവർ കാഫിറുകളാണെന്ന് എങ്ങനെയാണ് പറയുന്നത്? പണ്ഡിതന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളത് ഈ അടിസ്ഥാനത്തിലാണ്. നിരുപാധികം ആരും പറഞ്ഞിട്ടില്ല. ആഗോള അടിസ്ഥാനത്തിലുള്ള പണ്ഡിതന്മാരുടെ ഫത്വകളും വന്നിട്ടില്ല. ഏകകണ്ഠമായി അവർ കാഫിറുകളാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അവരുടെ ചില വാദങ്ങൾ കുഫ്രിലേക്ക് എത്തിച്ചേരുന്ന വാദങ്ങളാണ്. എന്തിനേറെ പറയണം, ഏറ്റവും കർശനമായി വിമർശിച്ച, ഏറ്റവും കൂടുതൽ വിമർശിച്ച ഇബ്നു തൈമിയ പോലും ഇവരെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവരിൽ ഉള്ളും പുറവും മുസ്ലിങ്ങളായവരുണ്ട്, ഇവരുടെ സാധാരണ ആളുകൾ വഴികേടിലാക്കപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും നാം വിലയിരുത്തുമ്പം അന്ധമായിട്ട് പഠിക്കാതെ വിലയിരുത്തരുത്. ഷിയാക്കൾ എല്ലാ വിഭാഗങ്ങളും വഴിവഴിച്ചവരല്ല. ബാത്തിനി ആശയമുള്ള, ഗുലാത്ത് ആശയമുള്ള വിഭാഗങ്ങളാണ് വഴിവഴിച്ചത്. ഷിയാക്കളിൽ നല്ല വിഭാഗങ്ങളുമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ബാത്തിനി ആശയമുള്ള, ഗുലാത്ത് ആശയമുള്ള വിഭാഗങ്ങളാണ് വഴിവഴിച്ചത്. ഇപ്പൊ നമ്മളിപ്പോ ഷിയാക്കളുടെ കാര്യം, ഇടക്ക് ഷിയ വിഭാഗം ഇതിൽ പെട്ടത് കൊണ്ട് പറഞ്ഞതാണ്. 73 വിഭാഗങ്ങൾ ഷിയ വിഭാഗം പെട്ടത് കൊണ്ട് പറഞ്ഞതാണ്. നമ്മുടെ വിഷയം നിബിധങ്ങൾ പറഞ്ഞ 73 വിഭാഗം, ആ 73 വിഭാഗങ്ങൾ, 72 വിഭാഗം ഇന്ന് നിലവിലുള്ള കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള തബ്ലീഗ് ജമാഅത്തോ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനമോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയോ ഒന്നുമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ വിഭാഗങ്ങളെല്ലാം ആദ്യ 5 നൂറ്റാണ്ടുകളിൽ തന്നെ ഉണ്ടായിക്കഴിഞ്ഞ വിഭാഗങ്ങളാണ്. ഇനി ഉണ്ടാകാൻ പോകുന്ന വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞതല്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.